നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാർണവർ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ഷെറിനെ ഇളവ് നൽകി മോചിപ്പിക്കാനുള്ള മന്ത്രിസഭാ ശുപാർശ ഗവർണർ തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചു. വിശദമായ പരിശോധനയ്ക്ക് ശേഷം സാവകാശം തീരുമാനിക്കാമെന്നാണ് നിലപാട്. പോലീസ്, പ്രൊബേഷണറി ഓഫീസർ, ജയിൽ വകുപ്പുകളുടെ ശുപാർശയോടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഫയൽ അയച്ചത്. എന്നാൽ 25 വർഷം വരെ ശിക്ഷ അനുഭവിച്ച വനിതകളുടെ ശിക്ഷാ ഇളവ് സർക്കാർ പരിഗണിച്ചിട്ടില്ല എന്നും ഷെറിനെ മാത്രം എങ്ങനെ ഇളവിന് തെരഞ്ഞെടുത്തു എന്നതും വ്യക്തമല്ല. ജയിലിലെ നല്ല നടപ്പ്, വനിത എന്നിവ പരിഗണിച്ചാണ് ഇളവിന് മന്ത്രിസഭാ യോഗം ശുപാർശ ചെയ്തത്. ശുപാർശ ഗവർണർ അംഗീകരിച്ചാലേ മോചനം സാധ്യമാവുകയുള്ളൂ. മന്ത്രിസഭാ തീരുമാനം അംഗീകരിക്കരുതെന്ന് ഗവർണർക്ക് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ കത്തുമുണ്ടായിരുന്നു. കാർണവർ വധക്കേസിലെ ഷെറിനെ മോചിപ്പിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിന് അടിസ്ഥാനമായി പോലീസ്, പ്രൊബേഷൻ, ജയിൽ റിപ്പോർട്ടുകൾ ഗവർണർക്ക് സർക്കാരിനോട് സംശയങ്ങൾ ചോദിക്കാമെങ്കിലും ശുപാർശ തള്ളാൻ ഗവർണറിന് സാധിക്കുകയില്ല. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി വൃദ്ധർ, വനിതകൾ, ശാരീരിക വൈകല്യമുള്ളവർ, ഗുരുതര രോഗികൾ എന്നിവരെ പ്രത്യേക ഇളവ് നൽകി വിട്ടയക്കാനാണ് കേന്ദ്ര നിർദ്ദേശം. 55 വയസ്സിന് മുകളിലുള്ള വനിതകൾ, ട്രാൻസ്ജെൻഡറുകൾ, 60 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർ എന്നിവർ ശിക്ഷയുടെ പകുതി കാലാവധിയും, ഗുരുതര രോഗം ബാധിച്ചവർ ശിക്ഷയുടെ 2/3 കാലാവധിയും അനുവദിച്ചിട്ടുണ്ടെങ്കിൽ മോചിപ്പിക്കും. കൂട്ടക്കൊല, സ്ത്രീധനക്കൊല, മാനഭംഗം, മനുഷ്യക്കടത്ത്, കുട്ടികളെ പീഡിപ്പിക്കൽ, കള്ളനോട്ട്, മയക്കുമരുന്ന്, വിദേശ നാണ്യ വിനിമയ കേസുകളിലെ തടവുകാർക്ക് ഇളവില്ല. മുൻപും ഗവർണർമാർ സർക്കാരിന്റെ ശുപാർശകൾ തള്ളുകയോ തീരുമാനമെടുക്കാൻ ഫയൽ പിടിച്ചുവെക്കുകയോ ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധിജിയുടെ 150ാം ജയന്തിക്ക് 36 പേരെ മോചിപ്പിക്കണമെന്ന ശുപാർശ ഗവർണറായിരുന്ന പി സദാശിവം തള്ളിയിരുന്നു. മോചിപ്പിക്കപ്പെടേണ്ടവർ പ്രതികളായ കേസുകളിലെ ഇരകളുടെ കുടുംബങ്ങളുടെ അഭിപ്രായം അറിയണമെന്നായിരുന്നു സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് കൂടിയായ സദാശിവത്തിന്റെ നിലപാട്. കേരളപ്പിറവിയുടെ വജ്ര ജൂബിലി പ്രമാണിച്ച് 1850 തടവുകാരുടെ ശിക്ഷ ഇളവിനുള്ള ശുപാർശയും പി സദാശിവം മടക്കി അയച്ചിരുന്നു. വാടക കൊലയാളികളെയും സ്ത്രീധന പീഡകരെയും ഒഴിവാക്കി 739 പേരുടെ പട്ടിക സർക്കാർ നൽകിയെങ്കിലും അദ്ദേഹം ഒപ്പിട്ടിരുന്നില്ല. സ്വന്തം താൽപര്യമല്ല, മന്ത്രിസഭയുടെ ശുപാർശയാണ് ഗവർണർ നടപ്പാക്കേണ്ടത് എന്ന പേരറിവാർ കേസിൽ സുപ്രീംകോടതി ഉത്തരവ് ഉള്ളതിനാൽ തന്നെ ഭരണഘടനയുടെ 161ാം അനുച്ഛേദ പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ച് മോചനത്തിന് മന്ത്രിസഭ നൽകിയ ശുപാർശ അതേപടി അംഗീകരിക്കുക. അല്ലെങ്കിൽ സമാനമായ രീതിയിൽ ചോദ്യം ചോദിച്ച് കൃത്യമായ വിവരം ലഭിച്ചതിനു ശേഷം സംശയങ്ങൾ നീങ്ങിയതിനു ശേഷം മാത്രം അംഗീകാരം നൽകുക.